അങ്ങനെ രാവിലെ തന്നെ മോർണിംഗ് ടാസ്കിനകത്തെ ഒരു രസകരമായ സംഭവമാണ് ബിഗ് ബോസ് കൊടുത്തത്. ഇവർക്ക് രസകരമാക്കാനൊന്നും ഇവർക്ക് കഴിവില്ല, അത് വേറെ കാര്യം. നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് വിൻ ചെയ്ത് പുറത്തിറങ്ങി കഴിയുമ്പോൾ പ്രസ് മീറ്റൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് അവരോടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എങ്ങനെ പറയും എന്നതിനു വേണ്ടിയാണ്. ആദ്യമേ അനീഷാണല്ലോ പോകുന്നത്. അനീഷ് പിന്നെ അങ്ങ് സീരിയസ് ആവുകയാണ്, എല്ലാവർക്കും നന്ദി പറയുന്നു. അനീഷിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറോളം എടുക്കും. അപ്പം ബിഗ് ബോസ് പറയുന്നു, അപ്പോഴത്തേനെ ഈ ബാക്കിയുള്ളവരെല്ലാം ചോദ്യം ചോദിച്ചു തുടങ്ങി. ഈ 50 ലക്ഷം കിട്ടിയല്ലോ, 50 ലക്ഷം നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു, വളരെ സീരിയസ് ആയിട്ട്. അപ്പോൾ അനീഷ് പറഞ്ഞത് പലർക്കും ഞാൻ സഹായിക്കുമെന്ന്. അത് എത്ര ലക്ഷം നിങ്ങൾ കൊടുക്കും എന്നാണ് കൃത്യമായിട്ട് പറയണം. അവസാനം ഇവരുടെ പോക്ക് അത്ര ശരിയല്ല, ഫൺ ഗെയിമാണ് ഉദ്ദേശിച്ചത്, ഇത് ഫണ്ണായി മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടു. ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയല്ല കളിക്കേണ്ടത്, ഇത് ഇച്ചിരി ഫണ്ണാക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് അനിമോളുടെ ഒരു ചോദ്യം, ഒരു ഒന്നൊന്നര ചോദ്യമായിരുന്നു, വളരെ രസകരമായിരുന്നു. അപ്പം അനിമോൾ ചോദിച്ചു അനീഷിനോട്, നിങ്ങൾക്ക് അനിമോള് പച്ചക്കുയിലോ ഏതാണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട്. പച്ചക്കുയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ചാനലുണ്ടല്ലോ. അപ്പം ആ ചാനലിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ബിഗ് ബോസ് വെച്ച് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. അപ്പം അനീഷ് രസകരമായ ഉത്തരം നൽകി. അപ്പോഴത്തേന് അനീഷും ആ മൂഡിലേക്ക് വന്നു, ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ മൂഡിലേക്ക് വന്നു. അനീഷ് പറയുന്നു, എനിക്കിവിടെ ജിസേൽ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ചെറിയ ക്രഷ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഇഷ്ടം തോന്നി. കാണുമ്പം എനിക്കൊരു എന്താ പറയുക, ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്, ഒരു ആർദ്രത ഉള്ളിൽ അനുഭവപ്പെടുന്നു. അങ്ങനെ കുറച്ച് സാഹിത്യ വീടുകളൊക്കെ കലർത്തിയാണ് അനീഷ് പറയുന്നത്. വളരെ രസകരമായിരുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള പാട്ടുമായിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു തണുപ്പ് എൻ്റെ ശരീരത്തൊക്കെ അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആപ്പോടെ കുപ്പിയെടുത്ത് അനീഷിൻ്റെ നേരെയൊക്കെ ചെല്ലുന്നുണ്ട്. വളരെ രസകരമായിരുന്നു. അങ്ങനെ എനിക്ക് ജിസേലിനോടൊരു ക്രഷ് തോന്നി എന്നുള്ളത് അതിനും അനീഷ് പറയുന്നുണ്ട്. ഇവിടെ ബിഗ് ബോസ് ആണെങ്കിലും ചിലരോടെല്ലാം നമ്മൾ മനുഷ്യരല്ലേ, ചിലരോടെങ്കിലും നമുക്ക് ചില സമയത്ത് ചില ഇഷ്ടങ്ങൾ തോന്നും എന്നൊക്കെ പറയുന്നുണ്ട്. അത് രസകരമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ പേര് പറഞ്ഞപ്പോൾ അനുമോള് തന്നെ ഞെട്ടിപ്പോയി. കാരണം അനുമോളുടെ പേരാണ് പറയുന്നത്. അനുമോളോട് എനിക്ക് ചെറിയ ക്രഷ് തോന്നിയിട്ടുണ്ട്. അത് അനീഷ് പറയുന്ന ക്രഷ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അതുപോലെ ഒരു ആർദ്രത, അതുപോലെ എന്താ പറയുന്നത്, ചില സാഹിത്യ വേടുകളൊക്കെ അനീഷ് പറഞ്ഞു. അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഏതായാലും ഒരു തണുപ്പ് തോന്നുന്നു. അത് കൃത്യമായിട്ട് അനീഷിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന അനുമോളാണ്. മിക്കവാറും എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ അനുമോളാടി. അനുമോൾ മേക്കപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സമയമെടുക്കും. ആ സമയത്ത് അനുമോളുടെ കണ്ണിലേക്ക് നോക്കുമ്പം ഒരു സ്നേഹം, ഒരു ആർദ്രതയൊക്കെ എനിക്ക് തോന്നും, ഒരു ഇഷ്ടം തോന്നും എന്നൊക്കെയാണ് അനീഷ് തുറന്നടിച്ച് പറയുന്നത്. അനുമോൾക്ക് ഭയങ്കര സന്തോഷമായി. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ആർത്ത് ചിരിക്കുന്നു, ബഹളം വെക്കുന്നു. അനീഷിൽ നിന്ന് ഇവരാരും ഇതൊന്നും പ്രതീക്ഷിച്ചില്ലടേ. ഒരു വല്ലാത്ത അനീഷ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു വൈബ്, ഒരു പ്രത്യേക ഒരു എന്താ പറയുക, സീരിയസ് മനുഷ്യൻ. അതിൻ്റെ ഇടയിലാണ് അനുമോളുടെ ഈ ചോദ്യം വരുന്നത്. ഈ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന ഒരു വിഷയമായിരുന്നു. പ്രത്യേകിച്ച് അനീഷിനെ അറിയാമല്ലോ, സീരിയസ് ആണ്. അപ്പോൾ അതിനിടയിൽ അനുമോളുടെ ഈ ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമായിരുന്നു. അനുമോളും ഞെട്ടിച്ചു, ഇനി ഉത്തരം നൽകിയ അനീഷും ഞെട്ടിച്ചു. ഏതായാലും അതിന് ശേഷം അനീഷ് അനുമോളുടെ പുറകെ അങ്ങ് നടക്കുകയാണ്. അത് ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഈ ക്രഷ് എന്ന് പറയുമ്പോൾ വേറെ ഉള്ള രീതിയിൽ വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ പുറകിൽ നടന്ന് ഫോപ്പിടും. ഈ ഒരു ചോദ്യം ചോദിച്ചു, വായിൽ നിന്ന് വരുകയും ചെയ്തു. ഇതിനി എങ്ങനെ മേക്കപ്പ് ചെയ്യും എന്ന് വിചാരിച്ച് പാവം അനീഷ് അങ്ങ് നടക്കുക. അനീഷിനെ സംബന്ധിച്ച് അറിയാമല്ലോ, ഈ അനുമോൾക്ക് എന്ത് തോന്നും, ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ള ടെൻഷനിൽ ഒരിടത്തിരിക്കപ്പുറതിയില്ലാതെ അനുമോളുടെ പുറകെ നടന്ന് പറയുകയാണ്, അനുമോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നൊക്കെ അനുമോൾ പറഞ്ഞു, ചേട്ടാ അത് ഞാൻ വളരെ ആഗ്രഹിച്ചു പോയി ചേട്ടാ, ഇനി ചേട്ടൻ മാറ്റി പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് നമ്മുടെ അനീഷിനെ ഇട്ട് വാരുന്നതാണ് നമുക്ക് കാണുന്നത്. അനുമോള് വളരെ രസകരമായിട്ട് അത് എടുക്കുന്നുണ്ട്. ചേട്ടാ ഇനി മാറ്റി പറയല്ലേ, ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, ഞാനങ്ങ് ആഗ്രഹിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ അടുത്ത് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ആദിലയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അപ്പോൾ അനീഷ് വിചാരിച്ചേക്കുന്ന ഇവരെല്ലാം വളരെ സീരിയസ് ആയിട്ട്
തൻ്റെ വായിൽ നിന്ന് വീണും പോയി. ഇനി ഇവരാരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചൊരു സത്യം പറഞ്ഞ പാവ അനീഷിനുണ്ടല്ലോ, ഇരിക്കപ്പുറതിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അനീഷിനെയാണ് നമ്മൾ പിന്നെ കാണുന്നത്. ഇതിനിടയിൽ നമ്മുടെ നെവിൻ അതുപോലെ അനുമോള് ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ടോമാഞ്ചെറിയാണെന്ന് പറയാൻ പറ്റില്ല. അനുമോൾ എന്ത് ചെയ്താലും ആ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന നെവിനാണ്. തരം കിട്ടുമ്പോഴെല്ലാം അനുമോൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ഏതായാലും അനുമോളിനോട് നെവിൻ ചോദിക്കും. അനുമോൾ വന്നിരിക്കുമ്പോൾ ഔട്ട്ഫിറ്റ് വന്നിരിക്കുമ്പോൾ അനുമോളോട് നെവിൻ ചോദിക്കുന്ന ചോദ്യം ശവന്നാറിപ്പൂവിനെ പറ്റിയാണ്. നിങ്ങളുടെ ബെഡിനടിയിൽ ഒരു ശവന്നാറി പൂവുണ്ടല്ലോ, ഒരു മരമുണ്ട്, അത് ശവന്നാറി എന്നാണ് അത് പറയുന്നത്. അതിന് വല്ലാത്ത വാടയാണ്. പക്ഷെ നിങ്ങളിപ്പം എല്ലാവരും ശവന്നാറി എന്നല്ലേ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേന് അനുമോള് പറയുന്നു, അപ്പം പ്രസ് മീറ്റ് അല്ലേ, പ്രസ് ഇത് വിജയിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം പറയുന്നത്. അപ്പം അനുമോള് നെവിനോട് പറയുന്നത്, ഈ ശവന്നാറിപ്പൂ എന്ന് പറയുന്ന പൂവിൻ്റെ പേര് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് മണത്ത് നോക്കിയിട്ടില്ല. ശവനാറികളായിരിക്കും ഒരുപക്ഷെ അത് മണത്ത് നോക്കുന്നത്. എനിക്കങ്ങനെ മണത്ത് നോക്കിയില്ല. എൻ്റെ കൂടെ ബിഗ് ബോസിലുള്ള ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു, നെവിൻ. അവൻ പലപ്പോഴും എന്നെ ശവന്നാറി എന്നാണ് വിളിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു അവൻ അത് മണത്ത് നോക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെവിൻ്റെ വായടപ്പിക്കുന്ന ഒരു മറുപടിയാണ് സത്യം പറഞ്ഞ കൂടെ. നെവിൻ അങ്ങ് ചമ്മി കുരുവെട്ടുന്നുണ്ട്. ബാക്കി മത്സരാർത്ഥികളെല്ലാം ആർത്തിച്ചിരിക്കുന്നുണ്ട്. നെവിൻ്റെ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നെനിക്കിത് കേട്ടപ്പം തോന്നി. വളരെ രസകരമായിരുന്നു. എല്ലാവരോടും ചോദിച്ചു. ജിഫേലിനെ പറ്റി ആര്യനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പലരും വളരെ കോമഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നു. ഇതിലെ 1-2 പേരുടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം രസകരമാണ്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് എത്തും വരെ ഓക്കെ ബൈ.